തൈര്, ഓൾറെഡി കുറച്ച് തൈര് ഇതിലിട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു സ്പൂണാണ്. പിന്നെ ഗാർലിക് പേസ്റ്റ് കുറച്ച്, ജിഞ്ചർ പേസ്റ്റ് കുറച്ച്, ഗ്രീൻ ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കാം. പേരിന് കുറച്ച് മുളക് പൊടി, വളരെ കുറച്ച് മതിയാ. കുറച്ച് മഞ്ഞൾ പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സോൾട്ട്. ഓക്കെ, അതിനെ നന്നായി കൈ കൊണ്ട് നന്നായി പിടിപ്പിച്ച് മറ്റ് പാത്രം വേറെ അടുപ്പിലേക്ക്. പാത്രം നന്നായി ചൂടായതിൻ്റെ ശേഷം നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ച് ഓയിൽ കുറച്ച് ഒഴിച്ച് ഇതിൽ നമ്മൾ മുമ്പേ ഫ്രൈ ചെയ്ത് നന്നായിട്ട് ചെയ്ത് വെച്ച ചിക്കന് പാത്രം ചൂടായതിൻ്റെ ശേഷം നമ്മൾ ചെറിയ തീയാക്കുക. ഇതിൽ കുറച്ച് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഗ്രീൻ ചില്ലി പേസ്റ്റ് ഇടുക. പിന്നെ ഗാർലിക് പേസ്റ്റ്, പിന്നെ അതിൽ ജിഞ്ചർ പേസ്റ്റ്. അത് നന്നായി അതിൻ്റെ ഒരു പച്ചപ്പ് മാറും. കുറേ സമയം വെക്കണ്ട, ഒരു പച്ചപ്പ് മാറുന്ന കണക്കിൽ നമുക്ക് ഉള്ളി ഇട്ട് വെക്കാം. ഉള്ളിയില ഈ ഒരു പരുവത്തിലേക്കായി വരുമ്പോൾ നമുക്ക് തക്കാളി ഇടാം. ഈ സമയത്ത് നമുക്ക് ഇത്തിരി സോൾട്ട് ചേർക്കാം. ഈ ഒരു പരുവത്തിലേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ശാലോ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ അതോട്ടാക്കിയിട്ട് അതിലേക്ക് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് ചെറിയ തീയിലാക്കി 20 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ ഈ മസാല ഒന്ന് തുറക്കാം. നമുക്കിതൊരു ഗരം മസാല പൊടി ഒരു സ്പൂണാണ്. ഇത്തിരി ലെമൺ ജ്യൂസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കേട്ടോ. പിന്നെ അതൊന്ന് നന്നായിട്ടല്ലേ പിടിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു പരിപാടി കൂടെ കുറച്ച് ഫ്രൈഡ് ഓണിയൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ച് വെച്ച് തീ ഓഫാക്കാം. നമുക്ക് ചോറുണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് ഉള്ളി ചേർക്കാം. ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി തന്നെയാണ് എടുത്തത് ചെയ്ത്. കുറച്ച് ഗീ ഇട്ടു. പിന്നെ പിന്നെ കുറച്ച് ഉള്ളി ഇട്ട്. ഉള്ളി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലാണല്ലോ, വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി പേസ്റ്റ്, പിന്നെ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ജിഞ്ചർ. അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് അരിയാണ് ഒരു സ്പൂണ് ഇളക്കിക്കൊണ്ടിരിക്കും. പിന്നെ ആ ഒരു കപ്പ് 1.5 കപ്പ് ഈ കുറച്ച് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ പാത്രം ഒന്ന് തുറന്നതിന് ശേഷം നമ്മൾ ചിക്കൻ മസാലയിൽ നിന്ന് എടുക്കുന്ന ആ ഗ്രേവി അതിലേക്ക് വെച്ച് കൊടുക്കാം. ചോറ് റെഡി ആയിട്ടാണ്. ഈ ചോറെങ്ങനെ ഈ മസാലയിലേക്ക് ദമ്മിടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ 2 സ്പൂണും ചോറ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, പിന്നെ ഇത്തിരി മസാലപ്പൊടി, ഗരം മസാലപ്പൊടി ചേർത്ത്, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഓനിയൻ ഇടും, കാഷ്യൂ ഫ്രൈ ചെയ്തിട്ട്, പിന്നെ കുറച്ച് മല്ലിയിൽ ഇത്തിരി പൊടിഞ്ഞ കേട്ടോ അതുകൊണ്ട് ചേർക്കാം. നമുക്ക്
ഒന്നുകൂടെ ഇപ്പോൾ ചെയ്തതുപോലെ 2 സ്പൂൺ റൈസ്. പിന്നെ നമ്മൾ മുമ്പ് ചെയ്ത അതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റേഷൻ ഗരം മസാല, കാഷ്യൂ, അണ്ടിപ്പരിപ്പ്, പിന്നെ എന്നിട്ട് വീണ്ടും 2 സ്പൂൺ ചോറ് ഇതിൻ്റെ മേലെ സാധനമായിട്ട് ചെയ്ത് എന്നിട്ട് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ 20 മിനിറ്റ് വെക്കണം. അതിന് ശേഷം മാത്രമേ ആ മുകളിലോട്ട് ആവി വരുമ്പോൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, 20 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആവി വന്ന് നല്ല ചൂടായിട്ട് അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ചോറിൻ്റെ വേറെ പാത്രത്തിലേക്ക് മാറ്റി ഇനി നമ്മുടെ മസാലയാണ് അതുകൂടെ ഒന്ന് ഫൈനലി നമ്മുടെ ബിരിയാണി ഇതാ റെഡി ആയിരിക്കുന്നുണ്ട്. മസാല പിന്നെ അതിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഇടുക. കമൻസ് എന്തായാലും കുഴപ്പമില്ല, നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒക്കെ കുഴപ്പമില്ല, കമൻസ് ഇടുക. ഓക്കെ, താങ്ക് യു.